ഗൈസ് അതുപോലെ വേറെ സംഭവം, ലോകത്ത് എവിടെ പോയാൽ നമുക്ക് മലയാളികളെ കണ്ടുമുട്ടാന്നല്ലേ. ഞങ്ങൾ 2 മലയാളികൾ വന്നിട്ട് ഇതുവരെയായിട്ട് ഒരു മലയാളികളെ കണ്ടിട്ടില്ല. ഞങ്ങളിപ്പോഴും ബാങ്കോക്ക് ഇവിടെ ഫാങ്ഷു ഈ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളും വന്നാൽ നേരെ ഡയറക്റ്റ് പട്ടായിലാണ് പോകുന്നത്. നമ്മൾ വന്നിട്ട് 3 ദിവസമായി, ഇതുവരെ പട്ടായി പോയിട്ടില്ല. സോ നമ്മളിനി പട്ടായി പോയിട്ട് വേണം ഏതെങ്കിലും മലയാളിയെ കണ്ടുപിടിക്കാൻ. ഞങ്ങൾ ഫ്ലൈറ്റിൽ വന്നപ്പോൾ 2 പേരെ കണ്ടില്ല, അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. സോ നമ്മൾ ഇന്ന് വൈകുന്നേരം പട്ടായി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മൾ മലയാളീസിനെ കാണും. ചിലപ്പോൾ മലയാളീസ് മാത്രമേ അവിടെ കാണത്തുള്ളൂ, ഒന്നും അറിയാൻ വയ്യ. ഓക്കെ, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാം കാണിക്കാം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പോവുകയാണ് തിരിച്ച്. ഓക്കെ ഗൈസ്, ഈ ബുദ്ധൻ്റെ ഈ അമ്പലത്തിൽ പണ്ട് രാജാക്കന്മാരിരുന്ന് ഫുഡ് കഴിച്ചെടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ പ്രൊട്ടക്ഷനായിട്ട് ഇവിടെ ഏതോ ഒരു ഇങ്ങനത്തെ കാളയും പുലിയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറയായിരുന്നു. ഇവിടെ ഒരാൾ ഞെളിഞ്ഞിരിക്കുന്നുണ്ടോ? ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഞെളിഞ്ഞിട്ട് പോകുന്നുണ്ടോ ഇത് കണ്ടിട്ട്? ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ കളയാക്കിയിട്ട് പോയതാണ്, പിന്നെ മനസ്സിലായത്. കണ്ടോ, ഇത്രയും ഭാഗ്യമൊക്കെ ആർക്ക് കിട്ടും ഇല്ലേ? രാജാക്കന്മാർ ഓടി നടന്ന സ്ഥലത്ത് നമ്മൾ ബ്രെഡ് കഴിക്കുന്നു. ലൈഫിൽ ഒരു പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് വരണം. വീഡിയോ കാണാൻ നടക്കുന്നില്ല, വീഡിയോയിലൊന്നും എല്ലാം എടുക്കാൻ പറ്റത്തില്ല ഗൈസ്, അങ്ങനെ എടുക്കാൻ പറ്റത്തേ ഇല്ല. എന്തൊരു കിട്ടിയാണ് നൈസ്. നമ്മൾ ചില സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോകും, കാര്യം കണ്ടു നിന്നു പോകും. അങ്ങനത്തുള്ള ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ സൂപ്പറാണ്. ചുമ്മാ എക്സൈറ്റിംഗ് പ്ലേസ്, മോസ്റ്റ് ഇൻട്രസ്റ്റഡ്. ഇവിടെ എന്തോ കൈയിട്ട് വരുന്നുണ്ട് ആൾക്കാർ, അതെന്തോ നോക്കാൻ പറ്റും. നേർച്ചയാണ്, വൈമരിച്ച് എടുക്കുവാന്ന്. നമ്മുടെ ഇന്ത്യക്കാരനാന്ന് തോന്നുന്നു, താടിയും മുടിയും കഷട്ടിയൊക്കെ ഉണ്ട്. മലയാളികൾക്ക് അറിയാവുന്ന നമസ്കാരം. സോ ഇതെന്ന് പറയുന്നത് ഭയങ്കര പ്രാചീന കാലം മുതൽ ഏകദേശം 2000-4000 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. സെൽഫി പോസ് എന്ന് പറയും ഇതിനെ. ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ പോസാണ്, കണ്ടില്ലേ? അകത്തോട്ട് നമുക്ക് കയറാൻ ഗൈസ്. ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ, ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ, പാസ് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഫോറിനേഴ്സ് ഈ വഴി പോകണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോറിനേഴ്സ് ഈ വഴി പോകണം. നമ്മൾ ഫോറിനേഴ്സ്, ഓക്കെ ഗൈസ്, ഫോറിനേഴ്സ് ഈ വഴി പോകണമെന്ന്. ടൂറിസ്റ്റ് ഫ്രം ഇന്ത്യ. എന്ത് ചെയ്യാനത് പറ. ടിക്കറ്റ് ഇവിടാന്ന് തോന്നണേ, ഈ വഴി പറഞ്ഞു വിട്ടതേ. ടിക്കറ്റ് കാണുന്ന ഫോറിനേഴ്സിന് ടിക്കറ്റ് സാധാ നാട്ടിലുള്ള കയറിയുമ്പോൾ തോന്നുന്നു കേട്ടോ. പണി പാടി നാട്ടിലെ ആൾക്കാരാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അയ്യോ ഗൈസ്, ഈ അമ്പലത്തിൽ നമുക്ക് എന്താണ് കുറേ ഈ പ്രതിമകളുണ്ട്, കണ്ടില്ലേ? സോ ഐ ഫീൽ നത്തിങ് ഇൻട്രസ്റ്റിംഗ്, ബട്ട് കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. കുറേ ബുദ്ധൻ്റെ പല പല പ്രതിമകളാണ്, കുറേ ഇതാണ്. നമുക്ക് അതിനുശേഷം വേറെ ഒരു സ്ഥലമുണ്ട്, സൂപ്പർ ദ എക്സൈറ്റിംഗ് പ്ലേസ്, മോസ്റ്റ് ഇൻട്രസ്റ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂപ്പർ സംഭവം എന്ന് പറയുന്നത് മ്യൂസിയമാണ്. സോ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ, ബട്ട് കണ്ടില്ലേ നൈസാണ്. ഓക്കെ, എന്തിനൊക്കെയോ സംഭവങ്ങൾ ഇതാ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കറിഞ്ഞൂടെ ഇതിനെക്കുറിച്ചൊന്നും. സോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് അബൌട്ട് ബുദ്ധ, ബട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക്. TV, മ്യൂസിയത്തിൽ TV വരെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വാള് അത് എനിക്ക് തോന്നുന്നു ഇത് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വയ്യ. ഇത് ബുദ്ധനല്ല, ഇത് വേറെ ആരോ. നമ്മുടെ ഇന്ത്യക്കാരനാന്ന് തോന്നുന്നു, താടിയും മുടിയും കഷട്ടിയൊക്കെ ഉണ്ട്. ഇന്ത്യക്കാരനാന്ന് തോന്നുന്നു ഗൈസ്. ആ താളി പോലെ ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്, ഇത് ഒറിജിനലാണോ ഈ വർഷത്തെയാണോ, അതായത് പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണോന്ന് അറിയാൻ വയ്യ. അതിന് പ്രിൻ്റ് എടുത്ത് ചുമ്മാ വെച്ചിരിക്കുന്നതായിരിക്കും, കാര്യം ഒറിജിനലൊന്നും അവരിങ്ങനെ വെക്കാറില്ല. സോ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബോഡി പാർട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സംഭവങ്ങൾ, താളിയുള്ള ഗ്രന്ഥങ്ങൾ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. സോ ഐ കാൻ എക്സ്പ്ലെയിൻ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇത് പുള്ളി മെഡിസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളല്ലേ? മസാജിനോ ചൂടാക്കിയിട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ടോ, മസാജ് മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിൻ്റെ കുറേ കാര്യം. നമ്മുടെ കുരുമുളക് ഇതിനകത്തുണ്ട്, ജീരകമുണ്ട്, ബാക്കി സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഉപ്പാന്ന് തോന്നുന്നു, എന്തൊരു പട്ടയൊക്കെ ഉണ്ട്. സോ അതിൻ്റെ എണ്ണയാന്ന് തോന്നുന്നു, അത് ഇടിച്ചൊഴിച്ച് കൊണ്ടൊക്കെ ചെയ്തിട്ടാണ് ഈ മെഡിസിൻ സംഭവങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു മ്യൂസിയത്തിനകത്തുള്ളത്. സോ ഇത് ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു, കാര്യം കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിരുന്നു ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെങ്കിലും അല്ലേ. കുറച്ചും കൂടെ ബുദ്ധനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് സൂപ്പറായിരിക്കും. നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞോടത്തോണ്ട് നമ്മൾ ജസ്റ്റ് കയറി വന്ന് കണ്ടിട്ട് പോയി. സോ നമ്മൾ ബുദ്ധൻ്റെ വേറൊരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. സോ ഇവിടെ ആൾക്കാർ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, സോ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. ഈസ് എ ബിഗ് ക്യാൻഡിൽ ഹിയർ, കണ്ടില്ലേ? കുട പിടിച്ചേക്കുന്നത്, എനിക്കൊന്ന് മെഴുകുതിരി അണയായിരിക്കാൻ കുട പിടിച്ചേക്കാണോ ചേച്ചി അറിയാൻ വയ്യ. സോ അതിനുശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്.
അകത്തോട്ട് കയറാം, എന്നാലേ കിട്ടത്തോളൂ. അകത്ത് കയറുന്നില്ല. ഏഴ് പാമ്പാണ് ബുദ്ധൻ്റെ അവിടെ ഉള്ളത്. സോ അതാണ് ആ അമ്പലത്തിൽ കണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. മലയാളികൾക്ക് അറിയാവുന്ന നമസ്കാരം. സോ ഇതെന്ന് പറയുന്നത് ഭയങ്കര പ്രാചീന കാലം മുതൽ ഏകദേശം 2000-4000 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. സെൽഫി പോസ് എന്ന് പറയും ഇതിനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റിൽ നിന്നാണ്, ബുദ്ധൻ്റെ ഒരു പോസ്റ്ററിൽ നിന്നാണ് സെൽഫി ഉദയം ചെയ്തത്. ഓക്കെ, അതിനുശേഷം പല ഇതുണ്ട്, പല പോസ്റ്റുകളുണ്ട്. കണ്ടില്ലേ, ഒരാൾ കഴുത്തി പിടിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക, വേറെ അടുത്തെന്തോ ഒരു കുടമായിട്ട് അടിക്കാൻ വരുന്നത് അവനെ കണ്ട. സോ അങ്ങനത്തുള്ള പല പോസ്റ്റുകൾ. അപ്പോൾ അതിന് ശേഷം അതേ സെയിം പോസ്റ്റാണ്, പക്ഷേ കാലിൻ്റെ പൊസിഷൻ വ്യത്യാസമാണ്. അങ്ങനെ കുറേ ഉണ്ട്. ഒരു കാലെടുത്തിട്ടെന്തോ തല കുറയുന്നുണ്ടോ, കാല് വെച്ച് തല കുറയുന്നുണ്ടോ. പിന്നെ അതാണ് ഇങ്ങനത്തുള്ള മരങ്ങളാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. ബൊൺസായ മരങ്ങൾ, പിന്നീട് ഈ ഗോപുരങ്ങൾ. വാ നിതീഷിനെ എനിക്ക് കളഞ്ഞു പോയി ഗൈസ്. നിതീഷ് എവിടെയാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് ദാണ്ടേ ആയോധന കലകളുടെ എന്തൊരു സംഭവമാണ്. ഒരുത്തരം നടി ചവിട്ടി പിടിക്കുന്നു, വേറൊരുത്തൻ കൈ തറയിലും കാല് മേളിലും വെച്ചിരിക്കുന്നു. ഓ മൈ ഗാഡ്, ഇതൊക്കെ എന്തിനൊക്കെയാണ്. ഇങ്ങനെ ഇരിക്കുന്നൊരു പോസാണ്, കണ്ടില്ലേ. ഇവൻ്റെ 2 കാല് മേളിൽ. എൻ്റെ മോനെ, ഈ വിഷയം തന്നെ ഇവൻ. അതിന് എന്തൊക്കെയോ പറയുന്നുണ്ട്, QR കോഡൊക്കെ ഉണ്ട് ഇതിൻ്റെ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ചിലപ്പോൾ വെബ്സൈറ്റിലും ഇട്ടിട്ടുണ്ടായി അല്ലേ ഗായ്സ്. ഇത് ഏത് സ്ഥലമാണെന്നൊന്നും അറിയുമ്പോൾ, അതായത് നമ്മൾ പുതിയ ഏതോ ലോകത്ത് വന്നത്. ഞാൻ മാറണോ ഇനി ഇവിടെ? അതുകൊള്ളാം. എന്നാലും ഇവിടെയൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് അതൊന്നും ഒരു അട്രാക്ഷനായിട്ട് തോന്നിയില്ല. ബട്ട് ഐ ഫീൽ സംതിങ് ഡിഫറെൻറ്റ് ഇൻ ദിസ് ഫുൾ ആർക്കിടെക്ചർ ഓഫ് ദീസ്. എന്താണ് പറയുക, പൊളി കണ്ടില്ലേ ഗൈസ്. നോക്കൂ ഫുൾ നൈസ്. ഇവിടെ പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ 2-3 നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വെള്ളം വീഴുന്നത്. ഒട്ടും നാച്ചുറൽ അല്ലെങ്കിലും കുറേ നാളിങ്ങനെ തന്നെ ആയതുകൊണ്ട് അതൊരു നാച്ചുറാലിറ്റി ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്, ഒക്കുപ്പേ ആയിട്ടുണ്ട്. അതായത് വർഷങ്ങളായിട്ടേ ഇങ്ങനെ തന്നെ ചെയ്തതുകൊണ്ടേ. സോ ആ മരങ്ങളും ചെടികളും എല്ലാം അതിന് ഒത്ത രീതിയിൽ ഇണങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, ഗൈസ് ഏതോ ഒരു സ്ഥലത്ത് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ചുമ്മാ തോന്നുന്ന വഴിക്കൊന്നും കയറുന്നില്ല. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഇല്ല, എന്നിട്ട് പോലും ആൾക്കാർ എന്താണ് ഇതിൻ്റെ അകത്താണ് മറ്റേ എന്തിനുള്ളത് സസ്പെൻസ് ആണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് എന്തോ വലിയൊരു സാധനം അതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് കയറിയായിരിക്കും. ഓക്കെ, നമ്മളപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഷൂസ് ഊരണം തോന്നുന്നു. ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ, ബട്ട് നമ്മൾ എനി കോസ്റ്റ് നമ്മൾ എടുത്തിരിക്കില്ലേ ഗൈസ്. കാര്യങ്ങളാണ്. നമ്മുടെ ഷൂസ് നമ്മൾ ഊരിയിട്ടുണ്ട്, അത് നമുക്ക് കവറിലിടണം. ഷൂസും അതുപോലെ തന്നെ തലയിൽ തൊപ്പിയും വെച്ചുകൂടെന്ന് പറയുന്നത്. സോ ക്യാപ്പ് ഊരണം. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. നോ ഐഡിയ. അതിൻ്റെ അകത്ത് ഗൈസ് കണ്ടു അകം നോക്കടാ. ഫുള്ള് പണി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്ഥലം പോലെ ഒരു പേപ്പർ ബാഗ് നോക്കും, പേപ്പർ വർക്ക് ഇല്ലാതെ ഇല്ല. ഇത് എന്താണ് മൊത്തം വർക്ക് ചെയ്തേക്കുന്ന ഗംഭീരമായ ഒരു ഫാന്റാസ്റ്റിക് സംഭവം. എനിക്ക് തോന്നുന്നത് ജൈന്റ് ബുദ്ധ ഇവിടെ കിടന്നാണ് ഉറങ്ങണത് അല്ലേ? ഇല്ലേ, സ്ലീപ്പിംഗ് ബുദ്ധയല്ലേ ഇവിടെ? ഓ മോനെ, കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. നോക്ക് മോനെ, ഒരു 3-4-5 അടി നില പൊക്ക എന്താണ് കെട്ടിടത്തിന്റെ പൊക്കം ഉണ്ട് ഇല്ലേടാ? നന്നായിട്ട് 5 നില കെട്ടിടത്തിന്റെ അല്ലേ? അതിന്റെ ഫേസ് ഒന്നും കിട്ടുന്നില്ല നമുക്ക്, അതാണ് മെയിൻ ഒരു വിഷയം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഫേസ് കിട്ടും ഗൈസ്. നമുക്ക് ഇത് തമ്മിൽ വെക്കാടാ, ഇത് തമ്മിൽ വെക്കാം ഈ വീഡിയോയുടെ. ബുദ്ധനെ നോക്കി വായി നോക്കുന്നു.
ഓക്കെ, ബുദ്ധൻ്റെ പാദം സോ ഇമ്പോർട്ടൻറ്റ്. ബുദ്ധൻ ഉറങ്ങുന്ന ഗൈസ്, നമ്മൾ ബുദ്ധൻ ഉറങ്ങുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. സോ അതിനുശേഷം ബുദ്ധൻ്റെ ബാക്ക് സൈഡാണ് ഇത്. സോ ഇവിടെയും കുറച്ച് ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ ഫോർ വാട്ട് റീസൺ, ബട്ട് ദേ ആർ ടേക്കിംഗ് ഫോട്ടോസ്. ഓക്കെ, ബട്ട് നമ്മൾ നിതീഷ് വേറെ എന്തോ കണ്ടുപിടിച്ചു. നിതീഷ് എന്നെ തപ്പി ഇതായിങ്ങോട്ട് ബാ ഇവിടെ എന്തോ കൈയിട്ട് വരുന്നുണ്ട് ആൾക്കാർ. അതെന്തോ നോക്കാൻ പറ്റും. ഓ, നേർച്ചയാണ്. വൈമേരിച്ച് എടുക്കുവാന്ന്. നമുക്ക് പൈസ കുറവാണേ എടുക്കാടാ. എങ്ങനെ കുറച്ച് കേസ് ഉണ്ടോ? ഇവിടുത്തെ കോയിനാണ്. സോ എല്ലാത്തിലും ഓരോരോ പൈസ ഇടുന്നുണ്ട് ആൾക്കാർ. ഉണ്ടല്ലേ, അതെന്തോ നേർച്ച. അതിൻ്റെ അകത്തുള്ള എല്ലാ നേർച്ച പണത്തിലും അല്ലെങ്കിൽ നേർച്ച ഇടുന്ന പാത്രത്തിലും ഓരോ പൈസ ഇടണമെന്നുള്ളതായിരിക്കാം. സോ കൈൻഡ് ഓഫ് ഗുഡ് റിച്വൽ ഈസ് ദിസ്. ഓക്കെ, ആൾക്കാരെല്ലാം കയ്യിൽ കുറേ ചില്ലറ വെച്ചിട്ട് എനിക്കൊന്ന് 100 പാത്രം കാണുമല്ലേ. ആ 100 പാത്രത്തിൽ നേർച്ച ഇടണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ. എല്ലാവരും എല്ലാ പാത്രത്തിലും ഇട്ടിട്ട് പോകുന്നു. നമ്മുടെ പള്ളിയിലൊന്നും ഇങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലല്ലോ. ഒരു നേർച്ച വഞ്ചിയല്ലേ ഉള്ളൂ. ഒരു 100 എണ്ണം വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് പോലെ അങ്ങ് ചെയ്താൽ എത്ര പൈസ? 1 രൂപ ഇടുന്ന ആളോ 9 രൂപ, 100 രൂപ ഇടും. ഗൈസ്, ഇത് കണ്ടില്ല, നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ് കണ്ണാടി ഇല്ലാത്ത. ഇവിടെ എല്ലാവർക്കും ഈ ഗോൾഡ് ഒട്ടിച്ച് വെക്കുന്നതാണ്. ആൾക്കാർ പൈസ കൊടുത്ത് മേടിച്ച് ഒട്ടിക്കുന്നതെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മുടെ ഗാന്ധിജി ഇവിടെയും ഫേമസ് ആണ്. ഗൈസ് ഒരു കാര്യം കാണിച്ചാൽ, നമ്മളിപ്പോൾ കണ്ട സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ ഗൈസ്? ഓക്കെ, ഇതാണ് ഈ ഒരു പട്ടണം. നമ്മളിപ്പോൾ പൈസ കൊടുത്ത് കയറിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എൻ്റെ ഒരു മിനിയേച്ചറാണ്. ഓക്കെ ഗൈസ്, 300 ബാട്ടാണ്. നമ്മൾ 600 ബാട്ട് കൊടുത്ത് 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ടിക്കറ്റ് ഇവിടെ കൊടുക്കണമെന്ന് തോന്നുന്നു. ചേട്ടാ, സെയിം ബട്ട് ഡിഫറെന്റ്. ഇതാണ്ട് മണി അടിക്കാനാണ് ഇവിടുത്തെ ആദ്യത്തെ അജണ്ട. ഗൈസ്, ഇവിടെ വന്ന ടൈം ടേബിൾ ഉണ്ട്. Good boys go to heaven, bad boys go to Bangkok. അപ്പം കണ്ടില്ലേ ഗൈസ്, മണി അടിക്കുന്നതാണ് ആദ്യത്തെ കടമ്പ. പാടേ സൗണ്ട് ഇല്ലേ? നൈസ് സൗണ്ട്. നിനക്ക് അടിക്കണ്ടേ? അടിയടാ, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് അടി. ഗൈസ്, ഇവിടെ ഒന്ന് അടിച്ചില്ലെന്ന് പറയുന്നത്. മണി അടിക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, ഫ്രീ ആന്ന് തോന്നടാ ഇത്. മണിയെങ്കിലും അടിക്കാൻ ഫ്രീ അല്ലേ? പ്ലീസ് ഹിറ്റ് ജെന്റിലി. പതിയെ അടിച്ചാൽ മതിയെന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ അടിച്ചിരിക്കും ഇതിൻ്റെ അകത്ത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടാം അല്ലേ? പ്ലീസ് ഡൊണേറ്റ് സം മണി. അത്ര പൈസ ഡൊണേറ്റ് ചെയ്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, നീ പിടിക്കും, ഞാൻ പോയി അടിക്കാം. ഇവിടെ മണി ഇതോ ചുമ്മാ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് അടുത്ത ഞാനാണ്. ആ നമ്മൾ ബുദ്ധൻ്റെ ടെമ്പിളിലോട്ട് പോവുകയാണ്. സോ സനം ചായയിൽ വന്നപ്പോഴാണ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ആയത്. കാര്യം കുറേ ടൈപ്സ് ഓഫ് കൺട്രി ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റേടത്താണെങ്കിൽ മൊത്തം തായ്ലാൻഡ് അല്ലടാ. ഇവിടെ മൊത്തം കുറേ യൂറോപ്യൻസ്, വേറെ കുറേ ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഓക്കെ, പിന്നെ പോരാത്തതിന് താണ്ട് നമ്മൾ ഇത് ബുദ്ധൻ്റെ ടെമ്പിൾ അല്ലേ? നോക്കി ഗായ്സ്, നിങ്ങൾ ഇവിടെ വരണം ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ. നോക്കൂ എന്തുകൂടെ ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കി, ഓ ഏതോ അമ്പലം എന്തിനാന്ന് തോന്നുന്നു. എന്തോ ഇത് ഗായ്സ്, അതിൻ്റെ വ്യൂ കണ്ടോ? ഈ ക്യാമറയിൽ അതിൻ്റെ മൊത്തം സൗന്ദര്യം ഒപ്പിയെടുക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ എൻ്റെ മോനെ. കണ്ട ഗായ്സ്, ഇവിടെ എന്തുവാണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ഇതിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇല്ലേ ആ ഒരു സറൗണ്ടിങ് പോലെ അല്ലേ? അവിടെ ഫുള്ള് ഒരു അമ്പലത്തിൻ്റെ ഇതാണ്. ഓ നൈസ്. ഈ വഴി കൂടെ നടക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നടക്കുവായിരുന്നെ നമ്മൾ നടക്കാം, നോക്കാം, കുഴപ്പമില്ല. ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ റിസ്ക് എടുക്കുകയാണ് ഗായ്സ്. പോലീസുകാരൊക്കെ ഉണ്ട് എങ്കിലും ഇതാണ്ടേ. ഓ എന്തുകൂടെ പണി വെച്ചേക്കുന്നത്.
ആരോ വരച്ച പടം പോലെ ഇരിക്കുന്നു. സ്ട്രീറ്റൊക്കെ നോക്കിയ കൈ സൂപ്പർ അല്ലേ ഇവിടുത്തെ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ. ബട്ട് അതിനെക്കാട്ടിയൊക്കെ എക്സെപ്ഷണലായിട്ട് ക്യാബ് വിളിക്കുന്നു. എക്സെപ്ഷൻ അടിയില്ല, ആരോ വരച്ചൊരു പടം പോലെ ഇരിക്കുന്നില്ലടാ, കണ്ടില്ലേ? നൈസ് നൈസ്. നമുക്ക് അതിൻ്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കാം. ഫോട്ടോ ഇടണ്ടേ എനിക്ക്? ഇൻസ്റ്റാഗ്രാം കത്തിക്കാനായിട്ട് ഫോട്ടോ എടുക്കണ്ട. പെയിൻറ്റ് പണിക്കാരാണ്. ഇതാണ് മെയിൻ സംഭവം. ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിലും ഇതിൻ്റെ മനോഹാരിത നിലനിർത്തണമെങ്കിൽ റെഗുലറായിട്ട് മെയിൻ്റെനൻസ് വേണം അല്ലേ? നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇതിനൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതേ കണക്ക് സൂക്ഷിക്കാൻ പറ്റത്തില്ല ആർക്കും. കാര്യം ഈ മെയിൻ്റെനൻസ് ചെയ്യാതെ അങ്ങ് നശിപ്പിച്ചറിയും. ഇതൊക്കെ ഇങ്ങനെ തന്നെ കാണണമെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യണം. അപ്പോൾ ആ മെയിൻ്റെനൻസിനാണ് പ്രാധാന്യം. ഇങ്ങനെ സംഭവം കെട്ടിയിടുന്നില്ല. നോക്കി ആൾക്കാർ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ. അതാണ് ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടുക അല്ലേ? ഹാൻഡ് ഈസ് കോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഇടാം. മെയിൻ്റെനൻസ് സൂപ്പർവൈസർ എൻ്റെ കൂടെ ഉള്ളത്. കേട്ടോ, ഇത്രയൊക്കെ സാധനങ്ങൾ കെട്ടിയിട്ടാൽ പോലെ ഇത് മെയിൻ്റെനൻസ് ചെയ്യണം. ഇപ്പോഴും ഒരാൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് അവിടെ. സോ കണ്ടിന്യൂസ് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര മനോഹരമായിട്ടുള്ള സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൈസ്, നമ്മൾ സനം ചായയിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ബർഗറും ചിക്കനും KFC ഒക്കെ കഴിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് ബ്രെഡ് മേടിച്ച് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, സനം ചായ കുറച്ചും കൂടെ നമ്മൾ നിന്ന സ്ഥലത്തെക്കാട്ടിയും കുറച്ചും കൂടെ വെറൈറ്റിയാണ്. കാര്യം ഫുഡിൻ്റെ കാര്യം കാണിച്ചു തരാം ഗൈസ്. ഫുഡ് കണ്ടില്ല, ഏതാണ്ട് ഇങ്ങനത്തുള്ള ഫുഡാണ് ഇവിടെ. ഓക്കെ, അതിൻ്റെ ബാലൻസ് കൊടുക്കും, എത്ര രൂപയ്ക്ക് വേണമെന്ന്. ഓക്കെ, പൈസ കാണിച്ചിട്ട് ഓരോ പൈസയ്ക്ക് 1 രൂപയ്ക്കോ 5 രൂപയ്ക്കോ എന്തിനാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ 5 രൂപയ്ക്ക് വേണമെന്ന് തൊട്ട് കാണിച്ചു. അത് മേടിക്കുകയാണ്. നമുക്ക് അതിൻ്റെ കണ്ടില്ലേ. പിന്നെ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഇപ്പോൾ ഒന്ന് വൈകുന്നേരങ്ങളിൽ തുറക്കത്തുള്ളായിരിക്കും ഇതൊക്കെ. സോ കണ്ടോ, പുഴയുടെ അടുത്തോട്ടാണ്. കണ്ടോ, പുഴയാണോ നദിയാണോ എന്തിനും അറിയാൻ പറ്റും. എന്ത് ലുക്കുണ്ട് അല്ലേ, കൊള്ളാം. സോ അങ്ങനെ വെറൈറ്റിയാണ്. നിതീഷ് അയ്യോ എന്നെ തിരക്കാതെ അവനെ അകത്തോട്ട് കയറിപ്പോയി ബ്രെഡ് മേടിക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ സനം ചായയിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റേഷൻ BL31 ഇവിടെ ആയിരിക്കും നമ്മൾ. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, നമ്മളതിന് ഇവിടെ വന്നതിന് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിലാണ്, ഇവിടാണോ വന്നത് ഗൈസ്? നമ്മൾ ഈ ഒരു അമ്പലം കാണാനാണ് വന്നത്. എന്നോട് ഈ അമ്പലത്തിൻ്റെ പേര് രാമചന്ദ്രൻ വേണ്ട ഗൈസ്, നമ്മൾ പേര് വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചെടുത്തു. ദിസ് ഈസ് ദ അമ്പലം. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകാനാണ്. പിന്നെ ബാക്കി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ നടക്കാൻ പറ്റുമെങ്കിൽ നടക്കും, ഓടാൻ പറ്റുമെങ്കിൽ ഓടും, ഇല്ലെങ്കിൽ നമ്മൾ ടാക്സി പിടിക്കും ഗൈസ്. ഗൈസ്, നമ്മൾ വെറൈറ്റി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ച് കയറാൻ പോവുകയാണ്. പറ്റുന്നില്ലെന്ന് ഒരു പ്രാവശ്യം ഉപയോഗിച്ചെന്ന്, ഇൻവാലിഡ് എന്ന് പറ്റുന്നില്ലടാ. വേറെ കാർഡ് വെക്കണം. ഇവൻ കയറിപ്പോയി ഗൈസ്. എന്നിട്ട് എനിക്ക് കയറാൻ പറ്റുന്നത്. അതിന് വേറെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ താ, അല്ലെങ്കിൽ കാർഡ് താ. ചിലപ്പോൾ ഒരാൾക്ക് ഒരു കാർഡ് എന്നുള്ളതായിരിക്കും. നശിപ്പിച്ച് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ നേരത്തെ സൂപ്പറായിരുന്നത്. തുറന്ന് ഗൈസ്, ഇപ്പം വെറുതെ കാണിച്ചാൽ പോരാ, ഇങ്ങനെ വെക്കണം കാർഡ്. എനിക്ക് വെക്കാൻ അറിഞ്ഞൂടൊക്കെ, പിടിച്ചെടുക്കേണ്ട സമയം വേണ്ടി. അതിനകത്ത് അവിടെ വെക്കുമ്പോൾ തന്നെ അവർ കാണിക്കുന്ന ഇൻവാലിഡ്. അപ്പോൾ ഞാൻ അങ്ങ് മാറ്റി കഴിച്ച് എന്തായാലും നമ്മൾ കാർഡ് എടുത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ടിക്കറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കയറി ഇനി എവിടെയാണ് ഇറങ്ങുന്നത് അത്രയും ദൂരം നോക്കിയിട്ട് നമ്മുടെ ടിക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ ഗൈസ്, ഡേ 3ലെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയാണ്. BL20 നിൽക്കുന്നത്, മാഞ്ഞു പോയി. ഓക്കെ, BL20. ഇവിടുന്ന് നമ്മുടെ ഇങ്ങനെ വന്നതാണ്ട് ഇവിടെ എത്തും സനം ചായ്. സോ ഇവിടെയാണ് ആ ടെമ്പിൾ ഉള്ളത് ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. 300, 600 ഭാഗത്ത് കൊടുത്ത് നമ്മൾ കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ വെർത്താണ്. ഓക്കെ, നമ്മൾ ഇതിനോട് ബായ് പറയുകയാണ്. സെക്യൂരിറ്റി ചേട്ടൻ താങ്ക്സ് പറഞ്ഞു, ടാറ്റ പറഞ്ഞു, നമ്മൾ പോവുകയാണ്. ഓക്കെ, നൈസ് പരിപാടിയായിരുന്നു ഗൈസ്. നമ്മൾ ഈ വഴിയാണ് നടന്നു വന്നത്, നമ്മൾ തിരിച്ച് അതേ കണക്കാണ് നടന്നു പോവുകയാണ്. ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 3 മണിയായി, നാട്ടിൽ 1:30. സോ നേരത്തെ ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്തോടാ
ബാങ്കോക്ക് സിറ്റിയിൽ നമ്മൾ തിരിച്ചു പോയിട്ട് അവിടുന്ന് എങ്ങനെ ബസ്സിലോ അവിടുന്ന് കാറിലോ ട്രെയിനിലോ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഞങ്ങൾ പോയിരിക്കും ഗായ്സ്. ഇന്ന് രാത്രി തന്നെ പട്ടായയിലെത്തും ഗായ്സ്. അതായിരിക്കും അടുത്ത വീഡിയോ വരാൻ നോക്കുമ്പോൾ എല്ലാവരും ഫുള്ള് കാണുക. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ വിത്ത് മീ. നെക്സ്റ്റ് വീഡിയോ പട്ടായ വീഡിയോ ആയിരിക്കും ഗായ്സ്. ബൈ ബൈ.